ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡിയോ ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം സ്റ്റുഡിയോയിലോട്ടാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ഫങ്ഷൻസോ അല്ലെങ്കിൽ ഫെസ്റ്റീവ് സീസണോ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ അധികം പേരും ഫസ്റ്റായിട്ട് സ്വിച്ച് ചെയ്യുന്നത് സ്റ്റുഡിയോയിലോട്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ അധിക പേരും അങ്ങനെ തന്നെയാണ്. സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റുഡിയോയുടെ മൊത്തം കളക്ഷൻസ് വരുന്നത് കേട്ടോ. സോ നമ്മളും ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ടുള്ള കുറച്ച് ഡ്രസ്സസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റുഡിയോയിലോട്ട് വന്നിട്ടുള്ളത്. സോ ഞാൻ അവിടെയുള്ള ഇപ്പോഴത്തെ കളക്ഷൻസും കുറച്ചും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സ്റ്റുഡിയോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈസ് തന്നെയാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് പ്രൈസ് വരുന്നത് 999 ആണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കളക്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നല്ല അഫോർഡബിൾ ആണ്, അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അതുതന്നെയാണ് ഇപ്പോഴും സ്റ്റുഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഡ്രസ്സസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ പ്രൈസസ് ആണെങ്കിലും വരുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേർത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും സ്റ്റുഡിയോ തന്നെ പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മുന്നത്തെ സ്റ്റുഡിയോയുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികവും ഞാൻ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ലേഡീസിൻ്റെ സെക്ഷൻസ് മാത്രമാണ്. പക്ഷേ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് കിഡ്സിൻ്റെയും അതുപോലെ തന്നെ ജെൻസിൻ്റെ കളക്ഷൻ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു 10:30, 11 അതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ ചെന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറൊക്കെ ഭയങ്കര ഫ്രീ ആയിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല, തിരക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫ്രീ ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഡ്രസ്സസും നല്ല നീറ്റായിട്ട് വച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കയറി ചെല്ലുമ്പോൾ ശരിക്കും ഒരു H&M സാറയിലൊക്കെ ചെന്ന പോലത്തെ ഒരു ലുക്കായിരുന്നു കേട്ടോ. അധികം ഒരുപാട് ലോഡായിട്ട് നിൽക്കുന്നില്ല, പക്ഷേ ഉള്ളത് നല്ല ക്ലീനായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പ് ചെയ്യുമ്പോഴും തന്നെ നല്ലൊരു ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാശി നല്ല ഷോപ്പിങ്ങിലായിരുന്നു കേട്ടോ. അവൻ ഓരോ ഡ്രസ്സും എടുത്തിട്ട് എങ്ങനെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ തന്നെ വെച്ച് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ ഷോപ്പിംഗ് കൂട്ടത്തിൽ നടക്കുന്നുണ്ട്, നമ്മളും ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത് വെസ്റ്റേൺ ഡ്രസ്സസ് ആണ് കേട്ടോ. അത് തന്നെയാണ് ഇപ്പോൾ സ്റ്റുഡിയോയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. സമ്മർ കളക്ഷൻസ് ആയിരുന്നു നമ്മൾ പോകുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിൽ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ നമുക്ക് ഭയങ്കര ലക്കി ആയിരുന്നു ആ കാര്യത്തിൽ. ഫുൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 2-3 തവണകളായിട്ട് നമ്മൾ കുറേ ഷോപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്രോപ്പ് ടോപ്സിൻ്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ലല്ലോ. സ്റ്റുഡിയോ എന്ന് പറയുന്നത് അത്രയും അടിപൊളിയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളക്ഷൻസിലുള്ള ക്രോപ്പ് ടോപ്പുകളാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ പെരിന്തൽമണ്ണയിൽ പോയ സമയത്ത് അവിടെ ഇതിലെങ്കാളും കളക്ഷൻസാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ കാണുന്ന ഒത്തിരി കളക്ഷൻസൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ സീസൺസിലും ഓരോ ഫ്രൈഡേസിലുമാണ് ഇവിടെ സ്റ്റോക്കുകൾ പുതിയത് വരുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് പുതിയ കളക്ഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. സ്റ്റുഡിയോയുടെ ഫുഡ് വെയേഴ്സിൻ്റെ കളക്ഷൻസ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും അടിപൊളി കളക്ഷൻസാണ്. നമുക്ക് 299, 699, 599 അങ്ങനത്തെ പ്രൈസിലൊക്കെയാണ് ഇവിടെ ഫുഡ് വെയേഴ്സ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ. ഫ്ലാറ്റ്സ് ആണെങ്കിലും ഹീൽസ് ആണെങ്കിലും ഇപ്പോൾ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഓരോ ഫ്രൈഡേസിലും നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടാവും കേട്ടോ. സോ നമ്മൾ പർച്ചേസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഫ്രൈഡേസിലോ അല്ലെങ്കിൽ സാറ്റർഡേസിലൊക്കെ പോകുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. ഈ കാണുന്ന ബ്ലാക്ക് നല്ല അടിപൊളി ചെരുപ്പാണ് കേട്ടോ. നല്ലൊരു എലഗൻറ്റ് ലുക്ക് നമുക്ക് തോന്നും, ഒരു റോയൽ ഫീലൊക്കെ തോന്നും കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ഒരു ഫിനിഷ് വരുന്ന ഒരു മെറ്റീരിയലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ക്രോപ്പ് ടോപ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഡെനിംസ് ടൈപ്പ് ഡ്രസ്സസ് ആണെങ്കിലും ഇതുപോലത്തെ കുറച്ച് ലോങ് ഡ്രസ്സസ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് നമുക്ക് ജീൻസിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ആൻഡ് ജീൻസസ് ആണ് നമുക്ക് സ്റ്റുഡിയോന്ന് കിട്ടുന്നത് കേട്ടോ. 1-2 ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാം കേട്ടോ. 699 ഒക്കെയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ആൻഡ് 199 അതുപോലെ 299 വരുന്ന ഒത്തിരി ടീഷർട്ടുകളുണ്ട് കേട്ടോ. ഇതുപോലത്തെ കുറച്ച് പ്രിൻറ്റഡ്സ് ഉള്ള കുറച്ച് ടീഷർട്ടുകളുണ്ട്, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ളതും കുറച്ച് പ്രിൻറ്റേഴ്സ് മാത്രം വരുന്ന 199 ഒക്കെ വരുന്ന ടീഷർട്ടുകളുണ്ട്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതല്ലെങ്കിൽ നമുക്ക് ഒക്കേഷണൽ വെയർ ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ നോർമലി ജീൻസിലൊക്കെ ഇടുന്ന പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി നല്ല ക്വാളിറ്റിയുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ.
ഈ കാണുന്ന 299 വരുന്ന കുർത്താസൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല പ്രിൻറ്റേഴ്സാണ് വരുന്നത്, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ആൻഡ് സ്ലീവ്ലെസ് ഒക്കെയാണ് കൂടുതലായിട്ടും അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ 499 ഒക്കെ വരുന്ന കുർത്താസും വേറെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കാണുന്ന പല ഡ്രസ്സസും ഒരു 2 മന്ത് അതിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ടുള്ള ഡ്രസ്സസ്സാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബൈ ചാൻസ് ഏതെങ്കിലും ഒരു ഡ്രസ്സ് മിസ്സായാലോ എന്ന് തോന്നിപ്പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ആൻഡ് എല്ലാ ഫ്രൈഡേസിലും ന്യൂ കളക്ഷൻസ് വരുന്നുണ്ട്. സോ അത് നമുക്ക് പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്രൈഡേസ് സാറ്റർഡേസിലൊക്കെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ഷോപ്പുകളിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് വണ്ടറായി പോയിട്ടോ. നമ്മൾ സുഡിയോയുടെ ഏത് ഔട്ട്ലെറ്റിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ആ ഒരു ഓപ്ഷനിൽ ഇതുപോലെ സെയിം ഷോപ്പിൽ തന്നെ പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. സുഡിയോയുടെ ഏത് ഔട്ട്ലെറ്റിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മൾ ഒരു തവണ പെരിന്തൽമണ്ണ നിന്ന് വാങ്ങിയ സമയത്ത് റിട്ടേൺ ഞാൻ ചെയ്തത് മലപ്പുറത്തു നിന്നായിരുന്നു. സോ അത് എനിക്ക് മറ്റ് ഷോപ്പിൽ ഉണ്ടോയെന്ന് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മൾ സെയിം ഷോപ്പിൽ തന്നെ പോയിട്ട് ചെയ്യുവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കാശി നല്ല ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അവനെ ഞാൻ പിടിച്ച് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. സോ പിന്നെ നമ്മൾ ഡ്രസ്സസൊക്കെ ട്രയൽ ചെയ്ത് നോക്കി. പിന്നെയും കുറച്ച് കളക്ഷൻസൊക്കെ നമ്മളിങ്ങനെ കണ്ടുവയ്ക്കുകയാണ് കേട്ടോ. സോ അങ്ങനെ കുറച്ച് നമ്മൾ ബാഗിൽ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഒന്നിച്ച് നമ്മൾ കുറച്ച് ട്രയൽ ചെയ്ത് നോക്കി. പിന്നെ അധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ട്രയൽ ചെയ്യാൻ പറ്റി കേട്ടോ. പെരിന്തൽമണ്ണ പോയ സമയത്ത് ഭയങ്കര റഷായിരുന്നു. അന്ന് പെരുന്നാളിൻ്റെ തലേദിവസമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റഷായിരുന്നു കേട്ടോ. സോ ഇവിടെ അത്രയും റഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ പിന്നെയും ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കി. പിന്നെയും കുറേ കളക്ഷൻസൊക്കെ നോക്കി കേട്ടോ. പിന്നെയും നോക്കുകയാണെങ്കിൽ ക്രോപ്പ് ടോപ്സിൻ്റെ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കളേഴ്സിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസിൽ നമുക്ക് ക്രോപ്പ് ടോപ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഒരു മിനി സ്കേർട്ടിൻ്റെ കൂടെ ആണെങ്കിലും ലോങ് സ്കേർട്ടിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഡെനിംസിൻ്റെ കൂടെ ആണെങ്കിലും ജീൻസ് അങ്ങനത്തെ കാര്യങ്ങളുടെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരുപാട് നല്ല കളക്ഷൻസ് ഉള്ള ക്രോപ്പ് ടോപ്പുകൾ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര നല്ല രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ച് ആണെങ്കിലും എല്ലാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടൊരു കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻസ് വരുന്ന ഹക്കോബ പ്രിൻസ് വരുന്ന ഈ ഒരു ഷർട്ടാണ് കേട്ടോ. അതിന് 3 ഷെയ്ഡ്സ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളൊരു ഗ്രീൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പേസ്റ്റൽ പിങ്ക് ആൻഡ് ഈ ഒരു കളറാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഇന്നർ ഇട്ടിട്ടാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ നമുക്കൊരു ഓവർ കോട്ടൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഷോപ്പിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ടച്ചും മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് ഇതുപോലെ ലോങ് ഡ്രസ്സ് നമുക്ക് നോർമൽ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സസിൻ്റെ ഒരു കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് ഒരു ലോങ് ഡ്രസ്സസ് ആയിട്ട് ലോങ് മിഡി ഡ്രസ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു സെക്ഷൻ പോലെയാണ് ഈ ഒരു സൈഡ് വരുന്നത് കേട്ടോ. അങ്ങനെ ഈക്വലി ബാലൻസ് ചെയ്തിട്ടാണ് സ്റ്റുഡിയോസ് അതിൻ്റെ ഒരു മോഡൽസ് ഇറക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് നല്ലൊരു ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സസ് ആണെങ്കിലും ഒരു വെസ്റ്റേൺ ടച്ച് വരുന്ന ഡ്രസ്സസ് ആണെങ്കിലും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അവിടെയാണ് കിഡ്സിൻ്റെയും ജെൻസിൻ്റെയും ഒരു കളക്ഷൻസ് വരുന്നത്. സോ അവിടുത്തെ കുറച്ച് കളക്ഷൻസും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കിഡ്സിൻ്റെയും ജെൻസിൻ്റെയും അത്ര വലിയൊരു കളക്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ നല്ല യുണീക്കായിട്ടും നല്ല നീറ്റായിട്ടും വെച്ചുകൊണ്ട് തന്നെ ഷോപ്പ് ചെയ്യാൻ തന്നെ നമുക്ക് തോന്നും കേട്ടോ. ഇത് 249 വരുന്ന കുട്ടികളുടെ ഷോർട്സ് ആണ്. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നതെല്ലാം 399 ഉള്ളിൽ വരുന്ന സെറ്റാണ് കേട്ടോ. ഭയങ്കര വേർത്താണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം ആ ഒരു 349 399 ഉള്ളിലാണ് വരുന്നത്. പിന്നെ വരുന്നത് കുട്ടികളുടെ തന്നെ സ്ലീവ്ലെസ് ഫുൾ സ്ലീവ് അങ്ങനത്തെ ടീഷർട്ടുകളാണ് 149 അല്ലെങ്കിൽ 179 ഒക്കെയാണ് എമൗണ്ട് വരുന്നത് കേട്ടോ. ഇത് ഫുൾ സ്ലീവാണ് വരുന്നത്. 179 റുപ്പീസാണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് വരുന്ന ഡ്രസ്സസിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് വരുന്നത് ഗേൾസിൻ്റെ കേട്ടോ. അത് 249 വരുന്ന ഷോർട്സുകൾ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. എല്ലാം നല്ല നീറ്റായിട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ
ചെയ്യാൻ തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നും കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസാണ്. അങ്ങനെ കുറച്ച് കളക്ഷൻസ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 5 to 14 ഇയേഴ്സിനൊക്കെ പറ്റുന്ന കുറച്ച് ലോങ് ഡ്രസ്സസ് ആണ് കേട്ടോ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത്രയാണ് കുട്ടികളുടെ കളക്ഷൻസ് എന്ന് പറയുന്നത്. 14 ഏജ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന ഡ്രസ്സസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ വരുന്നത് ജെൻസിൻ്റെ കളക്ഷൻസ് ആണ്. ടീഷർട്ടുകൾ, ഷർട്ടുകൾ ആൻഡ് ജീൻസ്, പാൻസ്, അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഉള്ളത്. എല്ലാം 699, 799 ആൻഡ് ടീഷർട്ടുകളൊക്കെ 199 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. 199 ആണെങ്കിൽ തന്നെ നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ. ആൻഡ് നമുക്ക് ഇതുപോലത്തെ പ്രിൻറ്റഡ് ഷർട്ടുകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം 199 ആണ് എമൗണ്ട് വരുന്നത്. പിന്നെ വരുന്നത് ഷൂസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. 999, 799, അതുപോലെ തന്നെ ഇതുപോലെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയുള്ള കുറേ ചപ്പൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. 799, 999 അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത്. പിന്നെ 299 വരുന്ന ഷൂസസും ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ബില്ലിംഗ് സെഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ അവിടെയാണെങ്കിൽ നമുക്ക് ബോഡി സ്പ്രേസും സ്പ്രേകൾ, അതുപോലെ തന്നെ ടിഷ്യൂസ് ആൻഡ് ഷീറ്റ് മാസ്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സോ നിങ്ങൾ ഇതുവരെ സ്റ്റുഡിയോ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.